ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും കടിഞ്ഞാണില്ലാത്തവനാ വന്ദനയുടെ കടിഞ്ഞാനിന് കുറ്റം പറയുന്നത്. നിനക്ക് ആഹാരം വേണമെങ്കിൽ മിണ്ടാതിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോ. ഇല്ല, ഞാൻ കഴിക്കുന്നില്ല. എന്ത് പിണ്ണാക്കാണാനടി നിൽക്കുന്നേ? വാ. ഓഹോ, പ്രകാശം കഴിക്കാൻ എനിക്ക് പോയല്ലേ? എങ്കിൽ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ആഹാരം വേണ്ട. ആഹാ, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ശരിയല്ല. ആ എച്ചി എന്ന് വെച്ച് തന്നെ. അച്ഛാ, ഇതൊക്കെ ഒരു വഴിക്കങ്ങ് പോവും. ദേഷ്യം വരുമ്പോ ചിലർക്ക് സ്വബോധം നഷ്ടപ്പെടും. ഇവിടെ അതാ സംഭവിച്ചത്. എനിക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം വരെ പ്രകാശിട്ട് മറന്നു. എന്റെ പെങ്ങളെ കെട്ടിച്ചയച്ച വീടല്ലേ. അവളുടെ കുടുംബകാര്യത്തിൽ അവളുടെ ആങ്ങളേക്ക് ഇടപെടാമല്ലോ. അച്ഛൻ ഇതൊക്കെ വിട്ടേക്ക്. അച്ഛൻ ആഹാരം കഴിക്കും. അവൻ കഴിക്കാതെ പോയല്ലോ. നാശങ്ങള് ജീവിക്കാൻ സമ്മതിക്കില്ല. എന്തിനും പോന്നൊരു ജഗനും കുടുംബം മുടിക്കാൻ പറഞ്ഞ വന്ദനയും. ഈ വീട്ടിലൊരു ഈച്ച അനങ്ങിയാൽ ജഗൻ അറിയും. കുറച്ചു മുമ്പ് പ്രകാശൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? സാരോപദേശം തട്ടിവിട്ട് തമ്മിൽ തല്ലിക്കുന്നവളാ ഞാനെന്ന്. അവൻ തന്നെ അത് പറയണം. അവന്റെ മലവും മൂത്രവും കുറെ ചുമന്നിട്ടുള്ളവളാ ഞാൻ. അതൊക്കെ അവനങ്ങ് മറന്നു. പണ്ടവൻ വാശി പിടിച്ച് പിണങ്ങിക്കിടക്കുമ്പോ കഥകള് പറഞ്ഞൂട്ടിയവളാ ഈ കളവി. ആ പൊണ്ണത്തടിയാ ഇപ്പോഴും അവൻ കൊണ്ടു നടക്കുന്നത്. ചന്ദ്രിക, അവൻ തന്നെ ഇത് പറയണോടി. അവൻ തന്നെ പറയണം. അതിൻ്റെ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടാൻ പാടില്ലായിരുന്നു. ആ തിരിച്ചറിവില്ലാതെ പോയതിൻ്റെ പ്രശ്നം അത്. അങ്ങനെയാണ് ജഗനെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗമായിട്ടല്ലേ? ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇടപെട്ടത്. എന്നോടുള്ള അടുപ്പം കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വന്ദനയും ഒപ്പം നിന്നില്ലേ? അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് വന്ദനയ്ക്ക് നന്ദി പറയാൻ ഞാൻ. എനിക്ക് പ്രകാശനോട് പരാതിയും ദേഷ്യമൊന്നുമില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നല്ലൊരു ചങ്ങാതി കട്ടയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി, അത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അത് ഞാൻ വന്ദനയിലൂടെ അനുഭവിച്ച്. അത് മതി. ഒരു പക്ഷെ അതിന് പകരമായിട്ട് വന്ദന എനിക്ക് നേരെ മുഖം വീർപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വല്ലാതെ തളർന്നു പോയേനെ. പക്ഷേ അതുണ്ടായില്ലല്ലോ. നന്ദി. മാത്രമായിട്ട് ചായ. ചായ വേണ്ട ചന്ദ്രു, എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. ആഹാരം കഴിക്കാൻ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ചായ എങ്കിലും കുടിക്ക്, ശരീരത്തിൽ ഉയര് കിടക്കട്ടെ. മാധവേട്ടൻ തളർന്ന ഞാനും തളരും. ഞാൻ തളർന്ന ഈ കുടുംബം മുഴുവൻ തളരും. സ്വന്തം കുടുംബത്തിന് വേണ്ടിയാ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. ഒരു മെക്കാനിക്കിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട്
5 മക്കളെ നമ്മൾ അല്ലലില്ലാതെ വളർത്തിയില്ലേ? ചന്ദ്രുവിനറിയോ, സ്നേഹിച്ച് വിവാഹം കഴിച്ചാൽ അവകാശപ്പെട്ട സ്വത്ത് കിട്ടാതിരിക്കാനുള്ള കാരണമായി ഒരു കോടതിയും വിധിക്കില്ല. ഇന്ന് വരെ വിധിച്ചിട്ടുമില്ല. എന്നിട്ടും ചന്ദ്രുവിന്റെ വീട്ടുകാർക്കെതിരെ ചന്ദ്രുവിന് അവകാശപ്പെട്ട സ്വത്തിനു വേണ്ടി നിയമപരമായ വഴികളൊന്നും നമ്മൾ നോക്കിയിട്ടുമില്ല. കേസിന് പോവുകയോ ആരെയും കോടതി കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിയർപ്പിന്റെ ഉപ്പുരസമുള്ള വഴിയിൽ തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടി. കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞ് എന്റെ കുടിലേക്ക് വന്ന നീ ഇന്ന് വരെ ഒരു കുറവുകളും പറഞ്ഞിട്ടില്ല. എന്നെ തോൽപ്പിക്കാതിരിക്കാൻ എന്റെ ചന്ദ്രു മനഃപൂർവ്വം പറയാതിരിക്കുന്നതായിരിക്കും അല്ലേ? എല്ലാം സഹിച്ചിട്ടും പൊറുത്തിട്ടും നമ്മുടെ കൺമുന്നിൽ തന്നെ എല്ലാം തകർന്നു വീഴുകയാണല്ലോ ചന്ദ്രു. പല കുടുംബങ്ങളിലും ഇതുപോലെ വഴക്കും പിണക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് മാധവേട്ട. അവരും ജീവിക്കുന്നില്ലേ? അതുപോലെ നമ്മളും മുന്നോട്ട് പോണം. എല്ലാ പ്രശ്നങ്ങൾക്കും കാലം പരിഹാരം കാണും. സമാധാനിക്കാം. വന്ദനെ കുറ്റം പറയാതെ ഹരിതയെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. നിരപരാധിയായ പാവം വന്ദനയെ കുറ്റം പറയാനും മനസ്സ് വരുന്നില്ല. വന്ദനെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ അവളെ നമ്മളെ രക്ഷപ്പെടുത്തുന്നു ഹരിതയ്ക്ക് തോന്നും. എല്ലാം കൂടി എന്റെ തല പെരുക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞ തല്ലാനും വയ്യ കൊല്ലാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് നമ്മളൊക്കെ. മാധവ